ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി നാടൻ കറി വെക്കുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ. അതിനുവേണ്ടി കുറച്ച് കുഞ്ഞുള്ളി, പിന്നെ നമ്മുടെ അച്ചിങ്ങാപ്പയർ, മുളക്, പച്ചമുളക്, പിന്നെ തക്കാളി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചു. എല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനു വേണ്ടി നമ്മുടെ ഈ അച്ചിങ്ങാപ്പയർ, കുഞ്ഞുള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെയാണ് അത്യാവശ്യം മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ. ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞെടുത്ത് വെച്ചാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ചെരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലവർ കറിവേപ്പില, കുഞ്ഞുള്ളി എല്ലാം കൂടി ഇട്ടായിരിക്കും. ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ അതൊന്നും ഇട്ടില്ലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ജീരകം മാത്രം ഇട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കറി വെക്കാം. അതിന് വേണ്ടി ഇതുപോലൊരു ചീൻചട്ടി എടുത്തിട്ടുണ്ട്. ചീൻചട്ടി അങ്ങനെയല്ല എല്ലായിടത്തും പറയാം. അതിലെ വെള്ളം ഒന്ന് വറ്റട്ടെ. വെള്ളം വറ്റി വന്ന ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്, കടയിൽ നിന്ന് വാങ്ങിയതല്ല. ഇവിടെ തന്നെ തേങ്ങ ഉണക്കി എടുത്ത വെളിച്ചെണ്ണയാണ്. കുറച്ചുകൂടി അങ്ങനെയുള്ള വെളിച്ചെണ്ണ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് ടേസ്റ്റ് കൂടും. അതിലേക്ക് കടുക് പൊട്ടിച്ചു. എന്നിട്ട് നമ്മുടെ കുഞ്ഞുള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ആദ്യം തന്നെ കുഞ്ഞുള്ളി മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്ന ശേഷം നമുക്ക് അടുത്തിടുന്നത് നമ്മുടെ ചെറുപയർ. എപ്പോഴും എൻ്റെ വയൽ പയർന്ന് വരുന്നു കേട്ടോ. നമ്മുടെ അച്ചിങ്ങാപ്പയറാണ്. ചിലയിടത്ത് അച്ചിങ്ങാപ്പയർ പറയും, ചിലയിടത്ത് എന്താ പറയുക, നീളം പയർ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ എന്തായാലും നമ്മുടെ പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പയറും അത്യാവശ്യം ഒന്ന് വാടി വരണം. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ കഴിക്കുന്നതായതുകൊണ്ട് ഞാൻ അധികം എരിവ് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ആ വെളിച്ചെണ്ണ കിടന്നതൊന്ന് വാടി വരണം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം കുറച്ച് നേരം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ആ ചെറുപയറൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. കുറച്ച് മൂത്ത് വാടി വന്ന ശേഷം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മളിവിടെ ഉണക്കി പൊടിക്കുന്നതാണ്, കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നതല്ല. ഇവിടെ ഈ മഞ്ഞൾപ്പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും മുളക് പൊടി ആയാലും എല്ലാം തന്നെ വീട്ടിൽ ഈ മുളകും മല്ലിയൊക്കെ വാങ്ങിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. മല്ലിയൊന്നും വീട്ടിലുണ്ടാക്കുന്നതല്ല, വെളിയിൽ നിന്ന് വാങ്ങിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പം അതിലേക്ക് ഒരു 2 തക്കാളി, 2 തക്കാളി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ഈ നാടൻ തക്കാളിയുടെ ഒരു പുളി വേണം. നാടൻ കറി ആയതുകൊണ്ട് ചെറിയൊരു പുളി ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ തക്കാളി ഒന്ന് വാടി വരാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഈ കറി ഞാൻ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കണ്ടവർക്കും കാണാം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയാണ്. പിന്നെ ഈ ഗ്യാപ്പിൽ ഉപ്പിട്ട് കൊടുത്ത് നമ്മുടെ പയറിലൊക്കെ ഉപ്പ് പിടിക്കും. കാരണം പകുതി വെന്ത പയറായതുകൊണ്ട് പകുതി വേവാകുന്ന ടൈമിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഉപ്പൊക്കെ പിടിക്കുക. എന്തായാലും കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കാം നമുക്ക്. കുറച്ച് നേരത്തിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ തക്കാളിയും നമ്മുടെ പയറും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത സ്ഥിതിക്ക് നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കേണ്ട ടൈമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആ അരപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരപ്പെടുത്ത പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് അരപ്പ് കംപ്ലീറ്റ് ആ കറിയിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് അരപ്പിട്ട ശേഷം അധികം ഒന്ന് ചൂടാക്കിയാൽ മതി. തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ കടുകെല്ലാം പൊട്ടിച്ച് വഴറ്റി ചെയ്ത സാധനം ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കടുക് താളിക്കണ്ട, വേറെ ഒരു പരിപാടിയും ചെയ്യണ്ട. നമുക്ക് ആവശ്യമുള്ള ഗ്രേവി ഒഴിച്ച ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ കറിയുടെ ആ ഒരു എന്താ പറയുക, കറി തിളച്ച് കഴിയുമ്പോഴത്തേക്കും പച്ചയ്ക്ക് അരച്ച് വെച്ച കറി ആയതുകൊണ്ട് തന്നെ തിളപ്പിച്ച് കഴിയുമ്പം കറിയും സംഭവം കൂടെ സെപ്പറേറ്റ് ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി. നമ്മുടെ ഈ തനി നാടൻ സിമ്പിൾ കറി ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.